ഇതാണ് വേളാങ്കണ്ണിയിലെ അതിമനോഹരവും ഏറ്റവും ഉയരം കൂടിയതുമായ യേശുവിൻ്റെ പ്രതിമ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. വേളാങ്കണ്ണിയിലെ പ്രധാന പള്ളികളൊന്നാണ് ഇത്. ഇവിടെയാണ് മാതാവ് ബാലന് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോഴും ആ കിണറും അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനും ഈ പള്ളിയുടെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ വരുന്നത് ഈ പള്ളിയിലോട്ടാണ്. ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശാന്തമായി കുറച്ചു നേരം പ്രാർത്ഥിച്ചിരിക്കാൻ പറ്റും. മറ്റുള്ള പള്ളികളെ പോലെ അധികം തിരക്കുകളൊന്നും അവിടെ ഇല്ല. ഇതാണ് നമ്മുടെ ബീച്ച് സൈഡിനോട് ചേർന്നിട്ടുള്ള ബസിലിക്ക. അതിമനോഹരവും ഓരോ സമയം മുകളിലും താഴെയും കുർബാന ചൊല്ലുന്ന വേളാങ്കണ്ണിയിലെ പള്ളിയാണിത്. അവിടെ നിന്ന് നേരെ ബാക്കിലോട്ട് വന്നാൽ ബീച്ചാണ് കാണുന്നത്. വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ് ബീച്ച്. ഒത്തിരി ആളുകൾ ബീച്ചുകൾ വന്ന് കുളിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഗെയിമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകളും കടകളും എല്ലാം ഈ ബീച്ച് സൈഡിൽ കാണാൻ പറ്റും. ഇതാണ് മോർണിംഗ് സ്റ്റാർ പള്ളി. ഇവിടെയാണ് മലയാളത്തിലുള്ള കുർബാനയുള്ളത്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഇവിടെ മലയാളത്തിൽ കുർബാനയുണ്ട്. മലയാളം കുർബാന കാണാൻ വന്നിരിക്കുന്ന ഇത്രയധികം ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഞായറാഴ്ചകളിലാണെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ്, ദീപാവലി ദിവസവുമാണ്. അവിടെ നിന്ന് നേരെ ബാക്കിലോട്ട് വന്നാൽ പള്ളിയുടെ തന്നെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിൽ കുറച്ചധികം ക്യൂ നിന്നിട്ടാണ് ഫുഡ് കിട്ടുക. അത്രയധികം തിരക്കുമുണ്ട്. എന്നാലും ക്യാൻറ്റീനിലെ ഫുഡ് നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയാൽ വേളാങ്കണ്ണി പള്ളിയിലെ പ്രധാന വഴിപാടാണ് ഈ പൂമാല ഇടൽ. പൂമാല മേടിച്ചുകൊണ്ട് ഞങ്ങളും പൂമാല ചാർത്താൻ പോയി. മാതാവിൻ്റെ രൂപത്തിൽ ഈ പൂമാല ചാർത്തിയതിന് ശേഷം നമ്മൾ ഈ പള്ളിയുടെ ബാക്കിൽ ചെല്ലുവാണെങ്കിൽ നമ്മൾ ചാർത്തിയതിൽ നിന്നൊരു പൂമാലയുടെ കഷ്ണം നമുക്ക് തിരിച്ചു തരും. അങ്ങനെ നമ്മുടെ വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞു. പോകാനുള്ള ട്രെയിനും വന്നു. സത്യം പറഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള 2 ദിവസങ്ങളാണ് വേളാങ്കണ്ണി ഞങ്ങൾക്ക് സമ്മാനിച്ചത്.